കണ്ണൂർ മോഹത്തിൽ അടിയുറച്ചു നിൽക്കുന്ന കെ സുധാകരന്റെ തുടർ നീക്കത്തിൽ വൻ ഉദ്വേഗം. കേരള ഹൌസിൽ നിന്ന് ബാധ്യതയില്ലാ രേഖ വാങ്ങാൻ സ്റ്റാഫ് അംഗങ്ങൾക്ക് സുധാകരൻ നിർദ്ദേശം നൽകി. പത്രിക നൽകാനുള്ള നീക്കം എന്നാണ് സൂചന. വിശദാംശങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, ഇപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ കീറാമുട്ടിയായി നിൽക്കുന്നു കെ സുധാകരൻ എന്നുള്ളതാണ്. മത്സരിക്കാനുള്ള ആഗ്രഹം ഇപ്പോഴും ഉപേക്ഷിക്കുന്നില്ല. കെ സുധാകരൻ മത്സരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു, അതിന്റെ ഫോർമാലിറ്റീസിലേക്ക് അടക്കം കടക്കുന്നു എന്നുള്ള വിവരമല്ലേ ലഭ്യമാകുന്നത്? അതെ, അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കെ സുധാകരൻ വളരെ ശക്തമായ രീതിയിൽ തന്നെ തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. കാരണം ഇന്നും പാർലമെന്റിലേക്ക് പോയില്ല. ഇന്നും പാർലമെന്റിൽ പോവാതെ, അതായത് രാഹുൽ ഗാന്ധിക്കോ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കോ മുഖം കൊടുക്കാൻ കഴിയില്ല എന്ന ഒരു ഉറച്ച നിലപാട് കൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഗോദാവരിയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ തന്നെ ഇരിക്കുന്നത്. സന്ദർശകർക്കും വളരെ അപൂർവം സന്ദർശകരെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ആകെ ഇന്ന് അദ്ദേഹവുമായി കണ്ടത് പ്രധാനമായും എം കെ രാഘവനാണ്. കോഴിക്കോട് നിന്നുള്ള MP എം കെ രാഘവൻ മാത്രമാണ് അദ്ദേഹവുമായി കണ്ടത്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് മുമ്പിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് പോലീസിനെ കൊണ്ട് അദ്ദേഹം ഒഴിപ്പിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം പത്രസമ്മേളനം നടത്തുമെന്നൊരു നേരത്തെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. അതനുസരിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിന് മുമ്പിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ ഒഴിഞ്ഞു പോകണമെന്ന സെക്യൂരിറ്റി സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ ഫ്ളാറ്റിലും കോമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തി. അത്ര രീതിയിലുള്ള ഒരു കടുംപിടുത്തത്തിലേക്കാണ് സുധാകരൻ പോകുന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ഈ CEC മീറ്റിംഗിന് ശേഷം കണ്ണൂരിൽ തൻ്റെ പേരില്ലെങ്കിൽ ഒരു പത്രസമ്മേളനം താൻ വിളിച്ചോളാം, അല്ലെ വിളിക്കും എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അല്ലെ കണ്ണൂരെത്തി ഡൽഹി മാധ്യമത്തിനെ ഒഴിവാക്കി കണ്ണൂരെത്തി മാധ്യമപ്രവർത്തകരെ കാണാം എന്നൊരു നിലപാടിലേക്കാണ് അദ്ദേഹം. ഇന്ന് വൈകിട്ട് തന്നെ അദ്ദേഹം അതിനുവേണ്ട ടിക്കറ്റ്, തിരിച്ചു പോകാനുള്ള ടിക്കറ്റ്, രാത്രിയത്തെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റും അദ്ദേഹം റിസർവ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തൊന്നും CEC പരിഗണിക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. കണ്ണൂരിൽ സുധാകരന് സീറ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ അടൂർ പ്രകാശിന് സീറ്റ് കൊടുക്കാൻ അവസാനഘട്ട ഒരു സമ്മർദ്ദം ഇപ്പോൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമ്മർദ്ദത്തിൽ CEC വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത്. ഇന്നലെ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ വ്യക്തമാക്കിയത് MP-മാർക്ക് നിയമസഭാ സീറ്റിൽ മത്സരിക്കുന്നതിന് അനുവാദം ഇപ്പോൾ നൽകുന്നില്ല എന്നാണ്. അതായത് മല്ലികാർജ്ജുന ഖാർഗെ തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗം. അദ്ദേഹം തന്റെ നിലപാട് മാറ്റുമോ എന്ന് അറിയണം. ഏതായാലും കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റുണ്ടെങ്കിൽ തനിക്കും വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊടിക്കുന്നിലിനും കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. എം കെ രാഘവനാവട്ടെ കോഴിക്കോട് സീറ്റുകളൊക്കെ തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എം കെ രാഘവന്റെ സാധ്യത അടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും 5 മണിക്കുള്ള കോൺഗ്രസ് പാർട്ടിയുടെ CEC കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് VD സതീശൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയതാണ്. ഇത് സംബന്ധിച്ച എല്ലാ MP-മാരെ ഒഴിച്ചുള്ള മറ്റു എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുവിവരങ്ങൾ അടങ്ങുന്ന ഡോക്യുമെന്റ് അത് പ്രിന്റ് ചെയ്ത് എല്ലാ CEC അംഗങ്ങൾക്ക് ഇന്ന് രാവിലെ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MP-മാരുടെ പേരുകൾ ഈ കണ്ണൂരിലും അല്ലെങ്കിൽ കോന്നിയിലും MP-മാരുടെ പേരുകൾ നൽകിയിട്ടില്ല KPCC. മറ്റുള്ള സ്ഥാനാർത്ഥികളെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ശരി ശരത് ലാൽ, ഇന്ന്